പ്രിയപ്പെട്ടവരെ, പണ്ട് 4 നദികൾ തമ്മിലുള്ള വർത്തമാനം ഒരാൾ ഇപ്രകാരം ചിത്രീകരിക്കുകയുണ്ടായി. ഡാന്യൂസ് നദി യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു നദി. അഭിമാനത്തോടും അഹംഭാവത്തോടും കൂടി പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയ ഭാരങ്ങൾ വഹിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ എത്ര ഭാരമുള്ള കപ്പലുകളാണ് വഹിക്കുന്നത്. നൈൽ നദി പറഞ്ഞു, ഞാനാണ് ഏറ്റവും ദീർഘവാൻ. ഓരോ ദിവസവും ഞാൻ 4000 മൈൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗംഗാനദിയുടെ പ്രസ്താവന, മനുഷ്യരെ വിശുദ്ധരാക്കുന്ന പുണ്യകർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പുണ്യജലത്തിൽ തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുവാൻ ആയിരക്കണക്കിന് ജനങ്ങൾ നിത്യവും എൻ്റെ അടുക്കലെത്തുന്നു. 4ാമത്തെ നദി പറഞ്ഞു, ഞാൻ ചെറുതാണ്. വിനയപൂർവം അത് പറഞ്ഞത്, വലിയവരായ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല എന്നാണ്. എന്നാൽ ഓരോ വർഷവും എൻ്റെ തീരങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അത് പാടങ്ങളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും വെള്ളവും വളക്കൂറുമുള്ള മണ്ണും നൽകി അവിടെയെല്ലാം ഫലഭൂയിഷ്ടമാക്കുന്നു. അനേകരുടെ വിശപ്പടക്കാനുള്ള വിളവുകൾ അവിടെ നിന്നും ലഭിക്കുന്നു. ഞാൻ കവിഞ്ഞൊഴുകുക മാത്രം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും ഉണ്ണീശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് സ്നേഹം കവിഞ്ഞൊഴുക്കണം. അത് നമ്മളെ സ്നേഹിക്കുന്നവരിലേക്കാകരുത്. ഇന്നത്തെ ദിവസം നമ്മൾ വലിയ മൈൻഡൊന്നും ചെയ്യാത്ത ആരെങ്കിലോടും ഒന്ന് സംസാരിക്കുകയോ അവരോട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാം. അത് ഉണ്ണീശോയ്ക്ക് ഒത്തിരി സന്തോഷം കൊടുക്കും.